ഇന്നലെ ഭീകരമായിട്ട് വന്നിട്ടിരിക്കുന്നു. പിന്നെ നമുക്ക് കില്ലെടുക്കാനുള്ളത് ഗൈസ്. അപ്പം നമ്മുടെ എവിടെ പോകുന്നതെന്നൊന്നും അറിയില്ല. ബർമുഡയിലായിരിക്കും. നെക്സ്റ്റ് റേയാണ് എന്തായിരിക്കല്ലേ ഗൈസ് അവസ്ഥ. നെക്സ്റ്റ് റേഡി നമുക്ക് നെക്സ്റ്റ് റേയിലാണ് പറഞ്ഞാൽ കുറച്ചും കൂടി കളിക്കാൻ പറ്റുന്നത്. ബർമുഡയിലൊന്നും കളിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്താ ഫ്രീ ഫയർ ചെയ്തിച്ചെന്നൊന്നും അറിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിച്ച് ഗൈസ്. പിന്നെ നമ്മളെ വീഡിയോസ് എപ്പോഴും വരുന്നതായിരിക്കും. ഇനി നമ്മൾ GTA San Andreasനായിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ചാനൽ ഉണ്ടാകും ഗൈസ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അത് മാറിപ്പോയതാണ് ഗൈസ്. നല്ല ജലദോഷമുണ്ട്, മാറിപ്പോൾ ഇങ്ങനെ കഫക്കെട്ടുണ്ട്. പിന്നെ നമ്മൾ നേരിട്ടുണ്ട്. ഇതാണ് ഗൈസ് പ്ലെയിനാണ് ഇവിടെ കാണുന്നത്. ഇപ്പം നമുക്ക് ചാടാം, എവിടെയെങ്കിലൊക്കെ ചാടാം ഗൈസ്. എന്തിനാണ് ഇപ്പം നെക്സ്റ്റ് റേയിലൊക്കെ ചാടുന്നത്? ഇപ്പം നമുക്ക് ഏതെങ്കിലും കൊയിലാണ്ടിലൊക്കെ ഇറങ്ങാമെന്ന് പറയും. ഞാൻ ഒറ്റ ചാട്ടം. നല്ലൊരു സ്ഥലം വെച്ച് പിടിക്കുന്നവരാണ് നല്ലൊരു പ്രോ പ്ലെയർ. അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്തോളി. ഇപ്പോൾ നമ്മൾ ഈ റോഡ് ടു അരയിൽ മണിക്കാനാണ്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാം. പിന്നെ ഇപ്പം നമുക്ക് ഇവിടെ വന്നപ്പോൾ കുറച്ച് ലൂട്ട് കിട്ടി ഗൈസ്. ഇവിടെയൊക്കെ ലൂട്ട് ഉണ്ടാവോ ഗൈസ്? ഇവിടെ നിൽക്കട്ടെ സീനുണ്ട്, പേടിയുണ്ട് കേട്ടോ. കുറേ ദിവസമായി ഫ്രീ ഫയറൊക്കെ കളിച്ചിട്ട് തന്നെ പറയാം. തോന്നണ്ട നമ്മളെ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട ഗൈസ്. ആരും അധികം ഉപയോഗിക്കുന്നില്ല. നമ്മളെ സ്കിന്നും ഇല്ല ഗൈസ്. പറഞ്ഞു ഗൈസ്. ഞാൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ പ്രോ ആവും ഗൈസ്. പ്രോ അങ്ങനെയല്ല നിങ്ങൾ വിളിക്കുക. പിന്നെ നമുക്കൊരു വുഡ് പക്കർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റിയിട്ട് വുഡ് പക്കർ ആക്കാം. പിന്നെ വേറെ ഒന്ന് ഇറക്കണമെങ്കിൽ 300 ഇത് ടോക വേണം. മാറിപ്പോവാണ് ഗൈസ്. അപ്പം ഗൈസ് എനിമീനൊന്നും കിട്ടിയില്ല. കുറച്ച് ലൂട്ട് ഇട്ടുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് 400 രൂപ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചേ. എന്തായാലും വാങ്ങുന്നില്ല ഗൈസ്. എപ്പോഴെങ്കിലും വാങ്ങാം. അപ്പം ഈസി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ കിങ് ഫിഷർ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ എടുക്കുന്നില്ല. അപ്പം നമുക്ക് പ്ലെയറിൻ്റെ സ്റ്റൈൽ അങ്ങ് പോവുക ഗൈസ്. വുഡ് പക്കർ കണ്ടില്ല, വുഡ് പക്കർ ദീപാവലിൻ്റെ ഇതിൽ കിട്ടിയതാണ് ഗൈസ്. പിന്നെ ഇത് ഒറ്റെണ്ണത്തിനും കാണുന്നില്ലല്ലോ. ഇതെന്താ നെക്സ്റ്ററാ ഇങ്ങനെ? ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് വേറെ എവിടെയെങ്കിലും പോവുക. നല്ല എനിമീസുള്ള സ്പോട്ടിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലുക, എന്നിട്ട് ചാവുക, വീഡിയോ അങ്ങ് തീർക്കുക. അപ്പോൾ ഒരുത്തനും കാണുന്നില്ല ഗൈസ്, ഒരുത്തനും കാണുന്നില്ല. നമുക്ക് ഇവിടേക്ക് അത് കയറി വെക്കാം. ഹലോ ചേട്ടാ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടല്ലോ? ഉണ്ടോ? ഇവിടെ നമ്മൾ നേരത്തെ വന്നത്. അല്ല, ഇവിടെ നിന്നാണ് ഞാൻ. നമുക്ക് ഇവിടെ നിന്ന് സ്കോപ്പ് ചെയ്ത് നോക്കാം ഗൈസ്, ആരെങ്കിലും ഉണ്ടോയെന്ന്. ബാക്ക് നിന്ന് അടിച്ചിട്ടുണ്ടോനെ. അതാരാ പോയത് ഗൈസ്? ആരാ പോയി ഗൈസ്? ഇപ്പം ആരാ പോയി? അതെ, ഈ വണ്ടിയും കൊണ്ട് ആരോ പോയി, പക്ഷെ ആരാന്ന് അറിയില്ല ഗൈസ്. കത്തിയെടുക്കാം, തലമണ്ട അങ്ങോട്ട് ചൊട്ടിക്കാം. പേടിയതോ ഗൈസ്? പോയി ഗൈസ്, നമുക്ക് വേടിയെടുക്കണം ഗൈസ്. അവൻ പോയി ഗൈസ്. ഇല്ല ഗൈസ്, പോയിക്കില്ല. ഇല്ല, പോയി. ഓഫ്, ഡാമേജ് കൊടുത്തേനും ഗൈസ്, ഡാമേജ് കൊടുത്തേനും.
പോയി ഗൈസ്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി എടുത്തിട്ടാണ് ചേസ് ചെയ്താലോ ഗൈസ്. ചേസ് ചെയ്യാൻ അവൻ എവിടെയാണെന്ന് ഓടിച്ചണേ. ശിവൻ ഇങ്ങോട്ടേ പോയതാണ് ഈ വഴി. ഇതെന്തോ കൺട്രോളിൻ്റെ അവസ്ഥ. നമുക്ക് എന്തെങ്കിലും നടന്നു പോവുക. കൺട്രോളിൽ കുറച്ച് സിറ്റുവേഷനാണ്. അപ്പം നമ്മളെ ഇതിൻ്റെ കൺട്രോളും കുറച്ച് സിറ്റുവേഷനാണ്. അതൊക്കെ കളിക്കാൻ പറ്റുന്ന രീതിയല്ല. അപ്പം നമ്മൾ സ്കോപ്പ് ചെയ്തൊക്കെ അടുത്തിന് കണ്ടില്ല. ഒറ്റത്തിനടുത്ത് കിട്ടിയിരുന്നു. അപ്പം തന്നെ ഓനെ എവിടേക്കോ ചാടി കാണി. എന്തെന്നാലേ ഇവിടേക്ക് നടന്നോക്കാം. ഈ പാടത്തു കൂടെ നടന്നോക്കാം. നമുക്ക് ലൂട്ടെടുക്കാനും സമയമില്ല. എന്നാലും എടുക്കാം. ഇതെടുത്താല് ഗൈസ് എന്താ വെച്ചാൽ രണ്ടിതിൻ്റെ ആമോ ഒരേതാണ്. ഇപ്പോൾ ഒരെണ്ണത്ത് വെച്ച് അടിക്കുമ്പോൾ മറ്റേത് തീരും. അതാണ് പറയുന്നത് ഗൈസ്. ഞാൻ വെച്ച് മറ്റേ ഇതായിരിക്കും വേണ്ടിയിരിക്കുന്നു. തോനെ ഓൻ്റെ വണ്ടിയിൽ തീ ഗൈസ്. ഓൻ്റെ വണ്ടി ഇതോ ഗൈസ്. നമ്മുടെ പ്രകൃതിമായ സ്ഥലം നമുക്കൊരു P90 കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ചെങ്ങായിനെ ഇവിടെ എങ്ങൊന്നും കാണുന്നില്ല. അപ്പം പോയേക്കുണ്ടാവും എവിടെയെങ്കിലും. അപ്പം നോക്കുക ഗൈസ്. ഇതൊരൊത്തനെ കാണും. താഴത്തെ ഗൈസ് കിട്ടി ഗൈസ്. കിട്ടി ഗൈസ്. ഇവനെന്ത് പൊട്ടനാവും അടിക്കാണ്ട്. അങ്ങനെ ഒരു കില്ല് കിട്ടി ഗൈസ്. അപ്പോൾ ഇത് ഫുൾ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ മാത്രം ഇടുന്നുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നാളെ തന്നെ നമ്മളെ ഷോർട്ട് വീഡിയോ ഇട്ടുക. പിന്നെ നമുക്ക് ഒന്ന് റീച്ച് ആക്കണം. പിന്നെ ഒരുത്ത 3 ഗൈസ്. രണ്ടില്ലേ ഗൈസ്. രണ്ടില്ല താഴത്തിനും കൂടെ ഗൈസ്. 3 ഇല്ലേ ഗൈസ്. 3 എന്തല്ലേ. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു കില്ലിനെ അടിച്ചില്ല. അപ്പോഴല്ലേ ഇന്നത്തെ ദിവസം കൊള്ളുന്നുണ്ട്. ജീപ്പിലാരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ആരുമില്ല ഗൈസ്. ഒരു ബൈക്കൊക്കെ എടുക്കണ്ട. ഇവിടെ ആളുണ്ടാവും. അല്ല നമ്മളിത് കൊന്നില്ലേ ഞാനുണ്ടാവാനാ. ബൈക്ക് ഓടിച്ചെന്ന പോലെ തന്നെ ആയിരിക്കും. 10% ഗൈസ്. തീർക്കണം. വേഗം തീർക്കണം. നമുക്കെന്താ ചിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഇന്നത്തെ ദിവസം കൊണ്ട് 3 കില്ലൊക്കെ അടിച്ചിട്ട് പ്രോ പ്ലെയറായിട്ട് നിൽക്കുകയാണ് ഗൈസ്. ഫൈനൽ ഫൈറ്റാ. പഠിച്ചിട്ട് 10 ഇത്രയും പെട്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇന്നത്തെ ദിവസം ഞാൻ പോയി അടിക്കുമോ അങ്ങനെ തോന്നുന്നു ഗൈസ്. അടിച്ചിട്ടില്ല. എൻ്റെ പേര് മാറ്റും. എൻ്റെ അല്ല ഇതിൻ്റെ പേര് മാറ്റുന്നതാണ് പറഞ്ഞത് ഗൈസ്. എൻ്റെ പേര് ഞാൻ ഇട്ടത് എന്താ പറയുക ഒന്നുമില്ല ഗൈസ്. ഞാൻ വെറുതെ പറഞ്ഞ. പിന്നെ പഠിച്ചാൽ പോയി അടിക്കോ ഗൈസ്. പേടിയുണ്ട്. ഞാൻ നിന്നിപ്പോൾ സൂണുള്ള സ്ഥലത്തേക്ക് വന്ന് ആലോചിക്കുമ്പോൾ അവിടെ തന്നെ കാണുന്നത് ഗൈസ്. ഗൈസ് അവൻ പോകുന്നതാ. ഗൈസ് 4 ഇല്ല ഗൈസ്. 4 ഇല്ല ഗൈസ്. കുമ്പടിച്ചു നീ ഗൈസ്. ചത്ത അങ്ങനെ ഗൈസ്. 5 ആൾക്കാരുള്ളൂ ഗൈസ്. ഞാൻ തീർത്തി പിടിച്ച 5 ഇല്ലെടുത്ത് 5 ആൾക്കാർ 5 കില്ലാണ് എനിക്കുള്ളത് ഇപ്പോൾ. എങ്ങനെയൊക്കെയോ അതുകൊണ്ട് മുമ്പ് രക്ഷപ്പെടുന്നു തന്നെ പറയാം. എന്നെ പഠിച്ചണേ. മെഡിക്കറ്റ് ഇട്ടിട്ടുണ്ട്. സാധാ മെഡിക്കറ്റ് അടിക്കാം. അത് ആവശ്യം വരും. ഇവിടെയൊക്കെ നമുക്ക് നോക്കിയൊക്കെ കഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ഇയറുള്ളവരൊക്കെ പൊട്ടന്മാർക്കായിരിക്കും ഗൈസ്. അത് എനിക്കറിയാം. ഞാൻ പൊട്ടൻ തന്നെയാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ലോങ് വീഡിയോ ഒന്നും ആക്കാറ്റില്ല. ഇത്ര ആക്കാറ്റില്ല. അപ്പം ടാറ്റ.